ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങളിപ്പോൾ അറിയേണ്ടതായിട്ടുള്ള ആ മെസ്സേജസ് എന്തൊക്കെയാണ്, അവരുടെ സോളിൽ നിന്ന് വരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിലും മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള മെസ്സേജസ്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ്. ഓക്കെ, യെസ്, ഒരു അറ്റാച്ച്മെൻ്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റിൽ യാതൊരു വിധത്തിലുള്ള കുറവുകളും വന്നിട്ടില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അവർക്ക് യാതൊരു ഫീലിങ്സ് ഇല്ല, ഈ ഒരു സെപ്പറേഷനിൽ അവർക്കൊരു വേദനയില്ല. പക്ഷെ അതെല്ലാം അവർ മാസ്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ഹിഡൻ ഫീലിങ്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളറിയാതെ തന്നെ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവർ സ്പിരിച്വലി ഉള്ള പാതകൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആങ്സൈറ്റി ആ വ്യക്തിയിലുണ്ട്. അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. അവരെന്താണ് നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ്, അതായത് പാസ്റ്റിലുണ്ടായിരുന്ന സമയവും ഇപ്പോൾ അവരുടെ സിറ്റുവേഷനും എപ്പോഴും അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പാസ്റ്റിൽ ഒരുപാട് സന്തോഷിച്ചിരുന്ന നാളുകളാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയപ്പോൾ അവർക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷങ്ങളും അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പിരിച്വലി നിങ്ങളുമായിട്ട് ഈ വ്യക്തി കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല സ്മൂത്ത് ഗോയിങ് ആയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലോക്കേജസ് വന്നിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് സെപ്പറേഷനിൽ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പോലും അവർക്ക് ആ ഒരു പ്രയോറിറ്റി, അവരുടെ ഹൃദയത്തിൽ ഏറ്റവും ഫസ്റ്റ് ഒരു സ്ഥാനം അവർ കൊടുക്കുന്നത് നിങ്ങൾക്കാണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രഗിൾസ് എല്ലാം മറന്നുകൊണ്ട് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അവർ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റാർക്കും അവർക്ക് ഈ ഒരു സ്നേഹം കൊടുക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടി ആയിരുന്നു എന്നവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരൊരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കറിയാം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതലൊരു ഹീലിംഗ് അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നത് നിങ്ങൾ അവരുടെ സമീപത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സാമീപ്യം ഉണ്ടായിരുന്നപ്പോഴാണ്. ഇപ്പോൾ അവരുടെ ലൈഫിൽ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടതുപോലുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. ലൈഫിൽ ടോട്ടലി ഒരു നഷ്ടം സംഭവിച്ച പോലെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് തന്നെയാണ് അവർക്കുള്ളത്. അവർ നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിൽ ഇപ്പോൾ കഴിയുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ അരികിലുണ്ടെങ്കിലും അവർക്ക് എന്തോ ഒരു ഭാഗം, അവരുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ അവർക്ക്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവർ ഈ ഒരു പൂർണ്ണമായിട്ട് ഈ ഒരു സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ട്.
എങ്കിൽ പോലും വളരെ ശക്തമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി തീരുമാനം എടുത്തിരിക്കുന്നത്. അവർക്ക് മുന്നിലുള്ള പാത്ത് വളരെ അധികം അവർക്ക് ഒപ്പോസിങ് ആയിട്ടുള്ള എനർജിയാണ് കൊടുക്കുന്നത് എങ്കിൽ അവർ അഡ്ജസൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാത്തിലൂടെ ചൂസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതിലവർക്കൊരു വിക്ടറി ഉണ്ടാവുമെന്ന് തന്നെ അവർ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾസ് ആണ്. ഈ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ കൊളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ അതിൽ ആരൊക്കെയോ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഇതിൽ കാണുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പോലെ ഒന്നുമല്ല. എന്ത് പ്രശ്നങ്ങളായിരുന്നാലും അതെല്ലാം സമയം വരുമ്പോൾ എല്ലാം മാറിപ്പോകുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റം ഉണ്ടാവും. ആ ഒരു മജീഷ്യൻ കാർഡാണ് ഫൈനലായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു മാജിക്കൽ ആയിട്ടുള്ള ചേഞ്ച്, ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു സമയം ആ ഒരു സോൾ മെസ്സേജിൽ നിന്ന് നമുക്ക് കിട്ടി. കുറച്ചെല്ലാം നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഡയറക്റ്റ് മെസ്സേജസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.